CPM നമ്മളിപ്പോൾ ബംഗാളിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുമായി താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു തകർച്ചയുടെ വക്കിലേക്ക്. അല്ല, ഇത് ക്ഷയോന്മുഖമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇടതുപക്ഷ പ്രസ്ഥാനം ക്ഷയോന്മുഖമാണ്. കാരണം അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ഒരു ഉറപ്പ് നഷ്ടപ്പെട്ടു. സംഘടനാ സംവിധാനം ദുർബലമായി. ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അധികം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി പോയി. പണ്ട് ഈ SFIയുടെയൊക്കെ ജനറൽ സെക്രട്ടറിമാരൊക്കെ ആയിട്ട് വന്നിരുന്നത്, ഈ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വന്നത് MA ബേബി, AK ബാലൻ, G സുധാകരൻ, അങ്ങനെയുള്ള ആളുകളാണ്. അത് കഴിഞ്ഞിട്ട് മത്തായി ചാക്കോ, ജെയിംസ് മാത്യു, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെ ഒരു വലിയ ഒരു വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ചെറുപ്പക്കാരെ കൂടുതലായിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ പാർട്ടി സ്വാഭാവികമായിട്ടും ദുർബലമാകും. ഇനി വരുന്ന ആളുകൾ തന്നെ കരിയറിസ്റ്റുകളാണ്. ഇതിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കാം, എന്ത് നേട്ടം ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് വരുന്നവരാണ്. അപ്പോൾ അവരെയും ഈ പറഞ്ഞ പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉപയോഗിക്കാനോ പറ്റുകയില്ല. പിന്നെ സ്ഥിരം പാർട്ടിക്കാരായിട്ട് നടക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ ഇവർക്ക് പിന്തുണ ആവശ്യപ്പെടാനും അത് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ തൊഴിലില്ലാത്ത യുവാക്കളുടെ ഒരു വലിയ ആശാകേന്ദ്രമാണ് ഏത് കാലത്തും. അവിടെ നടക്കുന്ന നിയമനങ്ങളൊക്കെ സുതാര്യമാണ്, സുഭദ്രമാണ്, അതിനെക്കുറിച്ച് യാതൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് പണ്ട് തൊട്ടേയുള്ള ഒരു വിശ്വാസം. നമ്മളിപ്പോൾ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കുള്ള അനുഭവത്തിലും പബ്ലിക് സർവീസ് കമ്മീഷനിൽ അങ്ങനെ പറയത്തക്ക സ്വജനപക്ഷപാതമോ അഴിമതിയോ ഒന്നും കണ്ടിരുന്നില്ല. കോടതിയിൽ വരുമ്പോൾ കേസ് വരുമ്പോൾ തന്നെ ജഡ്ജിമാരെ എപ്പോഴും ആ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരിക. PSC അല്ലേ, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ പുറത്തു വരുന്നു. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നു വെച്ചാൽ ഞാൻ PSCക്ക് അപ്ലൈ ചെയ്യുന്ന ആളല്ല, എൻ്റെ വീട്ടിലും ആരും തന്നെ PSC വഴിക്ക് ജോലിക്ക് അപേക്ഷിക്കാനില്ല. പക്ഷേ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനം, ഒരു ഭരണഘടനാ സ്ഥാപനം, ഇത്ര വലിയ ഒരു ജീർണത, ഒരു അപജയം നേരിടുക എന്ന് വെച്ചാൽ അത് വലിയ അപകടമാണ്. അപ്പോൾ നമ്മളെ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വരും തലമുറകളെ ഓർത്തിട്ട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വേദനയുണ്ട്. അത് പരിഹരിക്കാനായിട്ട് ഒരു കാര്യവും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നില്ല, അല്ല നമ്മുടെ ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. ഏതുപോലെയെന്ന് വെച്ചാൽ ശബരിമല വിഷയത്തിൽ, ശബരിമല കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉന്നത നേതാക്കൾ, അവർ ഉന്നത നേതാക്കളായിട്ട് നിലനിൽക്കായിരുന്നില്ലേ? അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ല. ഫർദറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയോ? അതും ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വഴിക്ക് ഈ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം മോശമാകുന്നു, പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാകുന്നു, മൊത്തം അപജയം നേരിടും. ഇത് അപജയം എന്ന് പറയുന്ന സംഗതിയാണ് പ്രധാനം. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലാണെങ്കിൽ ശരിയാണ്, PSC കുംഭകോണത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്. CPMന് കിട്ടിയ പോലത്തെ ഒരു തിരിച്ചടി CPIക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അത്ര വിസിബിളല്ല. കാരണം CPIയുടെ ഈ നഷ്ടപ്പെട്ടു പോയ 3-4 സീറ്റുകൾ, അല്ലെങ്കിൽ 4-5 സീറ്റുകൾ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികൾ നിർത്തി നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്നതായിരുന്നു. അത് നേതൃത്വത്തിൻ്റെ പ്രാപ്തി കുറവുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ വോട്ട് പിടിക്കാനുള്ള കഴിവ് കുറവുകൊണ്ടും, പിന്നെ പൊതുവേ ഉള്ളൊരു UDF അനുകൂല വികാരം കൊണ്ടുമാണ് തോറ്റുപോയത്. പക്ഷേ അത് പറയുമ്പോഴും CPIയുടെ 4 മന്ത്രിമാരിൽ 3 പേര് ജയിച്ചു, ചിഞ്ചുറാണി മാത്രം തോറ്റുപോയിട്ടു. അതെ. അപ്പോൾ പ്രമുഖ നേതാക്കന്മാരൊക്കെ തിരിച്ച് നിയമസഭയിൽ എത്തിയെന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് പറ്റിയ തിരിച്ചടി അല്ലാതാവുന്നില്ല. അപ്പോൾ ഈ തിരിച്ചടി കൊണ്ടുണ്ടായ ഒരു ജാള്യം മറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്നത്. ഉപനേതൃസ്ഥാനം കിട്ടിയാൽ പോരാ, ഉപനേതൃസ്ഥാനം തരണമെന്ന് പാർട്ടി കമ്മിറ്റിയിൽ ആവശ്യം വരുന്ന നിലയിലേക്ക് എത്തി. അത് പാർട്ടിയുടെ ഒരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പുറകിൽ പല അജണ്ടകളും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ വെറും അജണ്ടകൾ മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളും ഉണ്ട്. നമ്മൾ പാർട്ടിയെക്കുറിച്ച് എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും, എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും, അതിനൊക്കെ പുറത്ത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനം വേറൊന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടി സഹയാത്രികർ, പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ, ഇങ്ങനെ വലിയൊരു വൃന്ദമുണ്ട്, വലിയൊരു വ്യൂഹമുണ്ട്. അപ്പോൾ അവരിതിനെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു, അവർക്ക് മുമ്പിൽ ഉണ്ടാകാവുന്ന വിലക്കുകൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിണറായി വിജയനും MV ഗോവിന്ദനും ഇരുവരുടെയും കയ്യിലാണ് ഇതിൻ്റെ താക്കോലിരിക്കുന്നത്, പല പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ ഇവരാണ് ഏറ്റവും വെറുക്കപ്പെട്ട നേതാക്കളായി ഇപ്പോൾ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മാറി പുതിയ മുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ രണ്ടു പേർക്കും ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും
ഇവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ വേറൊരു ലീഡർഷിപ്പ് പാർട്ടിക്കകത്തുണ്ടോ എന്ന് നോക്കണ്ടേ. ഓക്കെ, അവിടെയാണ് പ്രശ്നം. അതൊരു പ്രധാനപ്പെട്ട അതാണ് വിഷയം. പ്രശ്നം. പാർട്ടിക്കാരുണ്ട്, പാർട്ടി MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, മറ്റു പലതുണ്ട്. പക്ഷേ ഈ രാജിവെച്ച 2 പേരുടെ വേക്കൻസിയിലേക്ക് വരാൻ യോഗ്യതയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കഴിവും പ്രാപ്തിയും ആരോഗ്യമുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയും.